നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അത്രയും ശത്രുക്കളുമുണ്ട്. കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ പാര പണിയുന്നു. വിഭാഗീയത എമ്പാടുമുണ്ട്. ധീരമായ നേതൃത്വം, ദീർഘദൃഷ്ടിയാ തത്വം, കാവലേകല്ലാ തങ്ങൾക്കായുസേകല്ലാ. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സമസ്തയുടെ സന്ദേശയാത്ര കന്യാകുമാരിയിൽ നിന്ന് കാസർഗോഡ് വരെ പോകുന്നുണ്ട്. ഞാൻ അതിൻ്റെ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ചു. ഹക്കാണ് ഞാൻ പറയുന്നു. ഇന്നത്തെ കാലത്ത് സമസ്തക്ക് കിട്ടിയ ഏറ്റവും വലിയ നേതൃഗുണമുള്ള ഒരു ഉന്നത നേതാവാണ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ. സമസ്തയുടെ കറാമത്താണെന്ന് പറയാം. കാരണം അത്രയും പ്രശ്ന സങ്കീർണമായൊരു കാലത്ത് ഈ ആൾക്കൂട്ടങ്ങളെ മുഴുവനും തന്നിലേക്ക് ആകർഷിപ്പിച്ച് ആ സമസ്തയെ അജയ്യമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആലയിൽ കൊണ്ടുപോയി കെട്ടാതെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്നൊരു കാഴ്ച ഒരു പക്ഷേ സമസ്തയുടെ ചരിത്രത്തിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധം എല്ലാ രാഷ്ട്രീയക്കാരെയും ഒന്നിപ്പിച്ചിട്ട് തൻ്റെ വേദിയിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരെയും തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പരിഗണിക്കാവുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്ത ഒരു നേതൃഗുണം, അതാണ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ. സമസ്തയുടെ കറാമത്താണെന്ന് ഞാൻ പറയും. ഞങ്ങൾ ഓരോ യാത്രയുടെയും അത്രയും ശത്രുക്കളുമുണ്ട്. കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ പാര പണിയുന്നു. വിഭാഗീയത എമ്പാടുമുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഈ യാത്ര അതിസുന്ദരമായിട്ട് കാഴ്ചവെക്കുന്നത്. ഓരോ സ്ഥലത്തും കിട്ടുന്ന ആൾക്കൂട്ടങ്ങളും പിന്തുണയും കുറേ എന്താ പറയുക ഉസ്താദുമാർ മാത്രമല്ല, സാധാരണക്കാർ, അതിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ മറന്ന് എല്ലാവരും ഒന്നിപ്പിക്കുന്ന ഒരു കാഴ്ച. ഒരു പക്ഷേ സമസ്തക്ക് ഇത്രയും അജയ്യമായ മറ്റൊരു നേതാവിനെ ഈ സമീപകാലത്തൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. മാധ്യമങ്ങളെ നേരിടുന്ന ഒരു രീതി. പണ്ട് കാന്തപുരം ഉസ്താദിൻ്റെ ഒരു അനുയായി വൃന്ദങ്ങളെ ഉണ്ടാക്കുമ്പോൾ, അതായത് സമസ്തയിൽ നിന്നൊക്കെ പുറത്തു പോയിട്ട് ആ ഒരൊറ്റ മനുഷ്യൻ്റെ അജയ്യമായ നേതൃഗുണമാണ് കാന്തപുരം വിഭാഗം എന്നൊരു വലിയ പ്രബല ശക്തിയായിട്ട് മാറിയത്. സമാനമായി അതിനേക്കാളും ശക്തമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അള്ളാഹു ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. ആ വിഭാഗീയതക്കുള്ളിൽ അതിനെയൊക്കെ മാറ്റിവെപ്പിക്കാനും അതിനെ മുഴുവനും ഒരുമിപ്പിച്ചിട്ട് മുഴുവൻ ആളുകളെയും തന്നിലേക്ക് ആകർഷിപ്പിച്ചിട്ട് ആ ആളുകളെ മുഴുവൻ സന്ദേശയാത്രയിലൂടെ അങ്ങോട്ട് കാസർഗോഡ് കൊണ്ട് എത്തിക്കുവാനും ഈ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ നാട്ടിലെ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. എൻ്റെ നാട്ടിലെ പന്താവൂരിൽ പതാക നാട്ടിൽ ചടങ്ങുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വൈഫ് ഹൗസിൽ നിന്ന് വരുന്ന സമയത്താണ് ഞാനത് കണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഇസ്മായിൽ ഉസ്താദ് ഷെയ്ഖുന, അദ്ദേഹം കേന്ദ്ര മുഷാവറങ്ങാണ്, ഒരു സൂഫിയാണ്, വലിയ മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന് അവിടെ കാണാൻ കഴിഞ്ഞു. ഞാൻ അവിടെ ഇറങ്ങി, ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തു. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ, സമസ്തയുടെ എവിടെയെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ആവേശവും സന്തോഷവുമാണ്. സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഞാൻ നേരിൽ കണ്ടിട്ടില്ല, കാണണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കാണണമെന്നും നേരിൽ കണ്ട് സലാം പറയാമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃഗുണം മനസ്സിലാകുന്ന പല ഘട്ടങ്ങൾ, മാധ്യമങ്ങളോട് സംസാരിക്കുന്ന രീതി, എന്തൊക്കെ കുനിഷ്ട് ചോദ്യങ്ങൾ ചോദിച്ചാലും അവർ കൃത്യമായിട്ട് അവർക്ക് കൊടുക്കേണ്ട മറുപടി കൊടുക്കാൻ തങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. നമ്മുടെ പല നേതാക്കന്മാരും അവരുടെ ചോദ്യങ്ങൾ മുമ്പിൽ പെട്ടുപോകലാണെങ്കിൽ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ മിടുക്ക്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കി നിങ്ങൾ, എന്ത് കുറിക്ക് കൊള്ളുന്ന വാക്കുകളാണ്. ഒരാളെപ്പോലും വേദനിപ്പിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. നമ്മൾ പണ്ഡിതന്മാരോട് പ്രത്യേകം പറയാനുള്ളത്, അത് ആരാണെങ്കിലും മറ്റൊരുത്തരെ വേദനിപ്പിക്കുന്ന പരിഹസിക്കുന്നതായ വാക്കുകൾ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അത് നമ്മൾ മുദരിസന്മാരാണെങ്കിലും മറ്റുള്ള ആലിമീങ്ങളാണെങ്കിലും മുഫത്തിഷന്മാരാണെങ്കിലും മാലിമീങ്ങളാണെങ്കിലും ഒക്കെ നമ്മളെ നാവിൽ നിന്നുണ്ടായിപ്പോണ വാക്കുകൾ അത് മറ്റൊരുത്തരെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുകയോ ചെയ്യുന്ന വാക്ക് നമ്മൾ ഉണ്ടാകുമ്പോൾ, ഇതല്ല ഇസ്ലാമിന്റെ തീയതി. ഈ തീയതിയാണ് അഹ്ലുസുന്നത്തിൽ ജമാഅത്തിന്റെ തീയതി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പഠിപ്പിക്കണത്. പക്ഷേ എങ്ങനെ പഠിപ്പിച്ചാലും ചിലപ്പോൾ മനസ്സിലാവാത്ത ചില ആളുകളുണ്ടാവും. അവരിൽ നിന്ന് മോശമാവുന്നതായ പദങ്ങളോ പ്രയോഗങ്ങളോ സമീപനങ്ങളോ ഒക്കെ ഉണ്ടാവുക, അത് വേറൊരു കാര്യം. മനുഷ്യരങ്ങനെയല്ലേ. അപ്പൊ ഏതായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
ഇങ്ങനെ ഓരോ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴും ആ മനുഷ്യനോട് വല്ലാതെ അങ്ങ് ഹുബ്ബ് വെച്ചു പോകും. ഒരു പക്ഷേ കാന്തപുരം ഉസ്താദിനോളം സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ കേരളത്തിലോ അതിപ്രശസ്തനൊന്നും ആയിരുന്നില്ല മുൻപ് സയ്യിദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളിലേക്ക് മാത്രം അറിയുന്ന ഒരാളായിരുന്നു. ഇന്ന് ഈ ഒരു സന്ദേശ യാത്രയോട് കൂടിയിട്ട് അദ്ദേഹം എല്ലാ ജനവിഭാഗങ്ങളിലേക്കും അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറി. അതാണ് അള്ളാഹു ഒരുക്കി വെച്ചൊരു സംവിധാനം. അപ്പോൾ ആരൊക്കെയോ അസുഖാലുക്കൾ പറയുന്നുണ്ട് 3.5 കോടി രൂപയൊക്കെയാണ് PR വർക്കിന്. കരിമ്പൂച്ചകളുടെ അകമ്പടി, ഒരു കരിമ്പൂച്ചകളുമല്ല. SKSFന്റെ വിക്കായ പ്രവർത്തകർ ബ്ലാക്കോ നീലയോ ഷർട്ടൊക്കെ ഇട്ട് കൂടെ നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. പോകുന്നിടത്തൊക്കെ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക. പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ തുടക്കത്തിൽ പ്രസംഗിക്കാൻ കൊണ്ടുവന്നു. സമസ്തയുടെ ഒരു പരിപാടിയിലും ദൈവനിഷേധികളായ കമ്മ്യൂണിസ്റ്റുകാർ എന്നൊക്കെ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരനെയല്ല, നമ്മുടെ മുഖ്യമന്ത്രിയാണ് പ്രസംഗിക്കാൻ വിളിച്ചത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളെയും വിളിച്ചിട്ടുണ്ട്. അതിൽ എല്ലാ കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും സകലമാന പാർട്ടിക്കാർ ലീഗുകാരും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആരെങ്കിലും കൊണ്ടേ വെക്കേണ്ടതല്ല എന്ന സന്ദേശം ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിന് കാണിച്ചു കൊടുത്തത് കാന്തപുരം ഉസ്താദാണ്. അതേപോലെ തന്നെ ഇതാ സയ്യിദ് ജഫ്രി മുത്തുക്കോയ തങ്ങളും ഒരു സംഘടന, ഞങ്ങൾക്കൊരു സമസ്തക്കൊരു രാഷ്ട്രീയ പാർട്ടിയില്ല, എല്ലാവരുമായിട്ടും ഞങ്ങൾക്ക് ഒരേപോലെ ബന്ധമാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് സയ്യിദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, ഇസ്സത്ത് കൊടുക്കട്ടെ. നമ്മുടെ നേതൃഗുണങ്ങളെ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ നേതാക്കന്മാരെ നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു പ്രസംഗം കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു മുഹബ്ബത്ത് തോന്നി അദ്ദേഹത്തോട്. കേരള ജമിയത്തുൽ ഉലമക്ക് ഇല്ലാത്ത അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് പറയണമെന്ന് നമ്മൾ ആരോടും പറയുള്ളത് പറഞ്ഞാൽ മതിയല്ലോ. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുള്ള ഗുണങ്ങൾ അത് പറയാൻ തന്നെ ഒരു പാടുണ്ട്, അത് പറഞ്ഞാൽ മതി എല്ലാവരും. അപ്പം ഇതിവിടെ ഓരോരുത്തരെയും കൊടുന്ന് നമ്മൾ പ്രസംഗിപ്പിക്കുന്നത് ഇല്ലാത്ത ഗുണങ്ങളൊക്കെ പറഞ്ഞ് സമസ്തനെ പൊന്തിക്കാൻ വേണ്ടിയല്ല. ഇപ്പോൾ ഉമർ ഫൈസി പറഞ്ഞല്ലോ, നമ്മൾ ഇത് ആളുകളെ കൂട്ടാൻ വേണ്ടിയോ അങ്ങനെ നമുക്ക് അഹങ്കരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ സമ്മേളനം ഇതൊക്കെ നടത്തുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു ആവശ്യമില്ല. ഉമർ ഫൈസി നിങ്ങളോട് പറഞ്ഞല്ലോ അതിന് വേണ്ടിയല്ല നടത്തുന്നത്. അത് ഞാൻ ഇന്നലെ പറഞ്ഞു. ഉമർ ഫൈസി പറഞ്ഞ അതേ വാക്ക് ഇന്നലെ മണ്ണാർക്കാട് വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത്ര ആളുകൾ കൂടിക്കൊണ്ടിട്ട് നമ്മളുടെ ഒരു അഹങ്കരിക്കാനോ അതിനൊന്നും വേണ്ടിയല്ല. അത് ആളുകളോടൊക്കെ നമ്മൾ കൂടാൻ പറയല്ല. ആളുകൾ ഇതിൻ്റെ ഈ നന്മ കണ്ടിട്ട് ഈ സംഘടനയെ അവർ ബഹുമാനിക്കുന്നുണ്ട്, അവർ ആദരിക്കുന്നുണ്ട്, അവർ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അതിനെ അവരെന്തായിട്ടുണ്ടെന്നറിയോ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് ഈ സംഘടനയെ ആ നിലക്ക് സ്നേഹിച്ചു കൊണ്ട് വന്നവരാണ് ഈ ആളുകളൊക്കെ. എല്ലാ സ്ഥലത്തും നോക്കിയാലും ഒരു സാധാരണ ഒരു സന്ദേശയാത്രകളൊക്കെ നടത്തുമ്പോൾ നമ്മൾ പല സന്ദേശയാത്രകളും കൂടിയതാണ്. സമസ്തനോട് ബന്ധപ്പെട്ട് തന്നെ അത് സ്റ്റേറ്റ് അടിസ്ഥാനത്തിലും അല്ലാതൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ 100ാം വാർഷികത്തോടു കൂടി എനിക്ക് എന്തോ ഒരു ഉയർച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. അത് മഹാന്മാരാകുന്ന ഇതിലേക്ക് നേതൃത്വം നൽകിയ മഹത്തുക്കളാവുന്ന നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ അസാധ്യത്തിൻ്റെ ആ മദത് കൊണ്ട് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പം അതുകൊണ്ടാണ് എവിടെ ചെന്നാലും അതിൻ്റെ സമ്മേളനങ്ങളുണ്ടല്ലോ, നമ്മളെ ഈ സ്വീകരണ സമ്മേളനങ്ങൾ, അത് വളരെ അഭൂതപൂർവമായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരോടും ഒരു വെറുപ്പില്ല, ആർക്കും നമ്മളോടൊരു വെറുപ്പുണ്ടാവരുതെന്നാണ് നമുക്ക് പറയാനുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് അതിൻ്റെ ശക്തി എല്ലാവരും മനസ്സിലാക്കണം. അതിനെ ചെറുതായി ആരും കാണിക്കരുത്. അതിനെ മനസ്സിലാക്കണ നിലക്കുള്ളതായ വാക്കുകളോ പ്രവർത്തനങ്ങളോ അതാരൊന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നാലും ഒരു ഒരു ചാനലിൽ ചില ആവശ്യമില്ലാത്ത ചിലത് കണ്ടു. അത് എന്താണെന്ന് ചോദിച്ചാൽ സമസ്ത വഴങ്ങിയെന്നോ അല്ലെങ്കിൽ സമസ്തനെ വീങ്ങിയെന്നോ അല്ലെങ്കിൽ അപ്പം അങ്ങനത്തെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. സമസ്ത ആരെ മുന്നിലും വാങ്ങി കൊടുക്കണേ അല്ലെങ്കിൽ സമസ്തനെ ആർക്കും വീങ്ങാനൊന്നും ഞങ്ങൾ അനുവദിക്കില്ല, ഒരിക്കലും അനുവദിക്കില്ല. മനസ്സിലായി? അങ്ങനെ ആകുമ്പോൾ ഈ പണി ഇവിടെ നിർത്തുകയും ചെയ്യും. അന്ന് മുതൽ ഇത് അവസാനിപ്പിക്കും. സമസ്തൻ്റെ പ്രസിഡന്റ് സ്ഥാനം എന്നുള്ളത് ഞാനത് ഒഴിവാകും. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഇതിനെ വീങ്ങി. അപ്പോൾ സമസ്ത അങ്ങനെ ഇല്ലാത്ത റിപ്പോർട്ടുകൾ ചാനലുകൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം അങ്ങനെയല്ല റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞങ്ങളോട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വിശ്വാസപരമായി അത് വിശ്വാസ കേന്ദ്രങ്ങളിൽ നിന്നുമാണത് സ്വീകരിക്കേണ്ടത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അതിന് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. വലിയ സംവിധാനങ്ങളുള്ള സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഈ തലീകെട്ട് കെട്ടിയ ആളുകളാകുമ്പോൾ അവർക്കൊന്നും അറിയില്ല എന്ന് മനസ്സിലാക്കരുത്. അവർ ഈ ലോകത്ത് നിങ്ങളെ മാതിരിക്കന്നെ ഇവിടെ ജീവിച്ച് വളർന്ന് ഈ ലോകത്തുള്ള എല്ലാ സംഗതികളും മനസ്സിലാക്കുന്നവരും അതിനെ സംബന്ധിച്ച് അറിയുന്നവരുമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാ മാധ്യമങ്ങളോടും ചാനലുകളോടൊക്കെ നമുക്ക് പറയാനുള്ളത്. പിന്നെ അതല്ലാതെ ഏതെങ്കിലും വാട്സപ്പിലോ മറ്റോ കൂകുന്നവനോടല്ല, അവർക്കൊക്കെ പലതും എന്തും പോവാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെയും സയ്യിദ് ജഫ്രി മുത്തുക്കോയ തങ്ങളെ നേരിൽ കണ്ട് സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളുണ്ടെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആ സന്തോഷം ഒന്ന് പങ്കുവെക്കണേ.
ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ സമസ്ത രൂപീകരിച്ചതിന് ശേഷം അതിൻ്റെ ആദ്യത്തെ സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്, ഏത് വർഷമാണ് എന്നുള്ളതാണ്. അതിന് ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ധീരമായ നേതൃത്വം, ദീർഘദൃഷ്ടിയാ തത്വം, കാവലേകല്ല തങ്ങൾക്കായും സേകല്ല, കാവലേകല്ല തങ്ങൾക്കായും സേകല്ല.